വെൽക്കം ടു പി എസ് സി ബേസിക്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ 3000 കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ വെറും 200 ക്വസ്റ്റ്യൻസ് കൂടി ആവുമ്പോൾ നമ്മുടെ 3000+ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ തരുന്ന ഓർഡറിൽ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് പഠിക്കുക. കാരണം ഫസ്റ്റ് ഒക്കെ കുറേ ഒക്ടോബർ സെപ്റ്റംബർ ഒക്കെ മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഓഗസ്റ്റ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും LDC മെയിൻസ് ഒക്കെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 201 മുതൽ 300 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഒഡീഷയിൽ വേൾഡ് സ്കിൽ സെന്റർ സ്ഥാപിക്കുന്നതിന് സഹായം നൽകുന്ന സ്ഥാപനമേത്? ഒഡീഷയിൽ വേൾഡ് സ്കിൽ സെന്റർ സ്ഥാപിക്കുന്നതിന് സഹായം നൽകുന്ന സ്ഥാപനമാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. 2021 സെപ്റ്റംബറിൽ DRDO പ്രതീക്ഷിച്ച മധ്യ ദൂര മിസൈലായ ആകാശിന്റെ പുതിയ പതിപ്പ് ഏത്? ആകാശ് പ്രൈം ആണ്. 2021 സെപ്റ്റംബറിൽ DRDO പരീക്ഷിച്ച മധ്യദൂര മിസൈലായ ആകാശിന്റെ പുതിയ പതിപ്പാണ് ആകാശ് പ്രൈം. സിവിൽ സർവീസിന്റെ സമഗ്ര പരിശീലനത്തിനും കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ കർമ്മയോഗി. സിവിൽ സർവീസിന്റെ സമഗ്ര പരിശീലനത്തിനും കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ കർമ്മയോഗി. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ക്യാപ്ചർ പ്ലാന്റ് സ്ഥാപിച്ചത് കമ്പനിയാണ് ടാറ്റ സ്റ്റീല്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ക്യാപ്ചർ പ്ലാന്റ് സ്ഥാപിച്ച കമ്പനിയാണ് ടാറ്റ സ്റ്റീല്. ആണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ മുക്തി ജോത സ്കോളർഷിപ്പ് സ്കീം ഏത് രാജ്യത്തെ വിദ്യാർത്ഥികൾക്കുള്ളതാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ മുക്തി ജോത സ്കോളർഷിപ്പ് സ്കീം ബംഗ്ലാദേശ് രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്കുള്ളതാണ്. ഇൻഡോ സൗത്ത് കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം ഏത്? ഇൻഡോ സൗത്ത് കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ യൂട്യൂബിൽ തത്സമയം സംപ്രേഷണം ചെയ്ത ഹൈക്കോടതി ഏത്? ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ യൂട്യൂബിൽ തത്സമയം സംപ്രേഷണം ചെയ്ത ഹൈക്കോടതിയാണ് ഗുജറാത്ത് ഹൈക്കോടതി. 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വനിതകളുടെ എണ്ണം എത്ര? 78. ഇത് ഏകദേശം 14% അടുത്താണ്. സോളാർ പാനലിലൂടെ ദൈനംദിന ആവശ്യത്തിനുള്ള 100% ഊർജവും ലഭിക്കുന്ന ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏത്? ചെന്നൈ ആണ്. അപ്പൊ ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷന് ദൈനംദിന ആവശ്യത്തിനുള്ള ഊർജ്ജം എല്ലാം 100% എവിടെ തന്നെ കിട്ടും? സോളാർ പാനലിലൂടെ കിട്ടും. മലയാള ഭാഷയ്ക്ക് ആദ്യമായി ഏകീകൃത ആംഗ്യഭാഷാ ലിപി രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആണ്. മലയാള ഭാഷയ്ക്ക് ആദ്യമായി ഏകീകൃത ആംഗ്യഭാഷ ലിപി രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവർക്കായുള്ള യുദ്ധസ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ച തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലമാണ് ആക്കുളം. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവർക്കായുള്ള യുദ്ധസ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ച തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലമാണ് ആക്കുളം. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച കമല ഭാസിൻ ഏത് മേഖലയിലാണ് പ്രശസ്ത? എഴുത്തുകാരിയാണ് കമല ഭാസിൻ. ഒളിമ്പിക് ദീപം തെളിയിക്കുന്ന ആദ്യ ടെന്നീസ് താരം ആര്? ഒളിമ്പിക് ദീപം തെളിയിക്കുന്ന ആദ്യത്തെ ടെന്നീസ് താരമാണ് നവോമി ഒസാക്ക. ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നത് ശ്രീനിവാസ ഗൗഡയാണ്. അപ്പൊ ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നത് ശ്രീനിവാസ ഗൗഡ. മുതിർന്ന പൗരന്മാർക്ക് ഏത് ആവശ്യത്തിനും സഹായം തേടാനായി നിലവിൽ വന്ന ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഏത്? 14567. മുതിർന്ന പൗരന്മാർക്ക് ഏത് ആവശ്യത്തിനും സഹായം തേടാനായി നിലവിൽ വന്ന ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14567. ദേന ബാങ്ക് ഏത് പൊതുമേഖലാ ബാങ്കിലാണ് ലയിച്ചത്? ബാങ്ക് ഓഫ് ബറോഡയിലാണ് ദേന ബാങ്ക് ലയിച്ചത്. മൊഹാലി സ്റ്റേഡിയം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ബൽബീർ സിംഗ് സീനിയറിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട സ്റ്റേഡിയമാണ് മൊഹാലി സ്റ്റേഡിയം. കേരളത്തിൽ വിഷവിമുക്തവും പോഷക സമൃദ്ധവുമായ പച്ചക്കറി, പഴം എന്നിവയുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ. അഗ്രി ന്യൂട്രി ഗാർഡൻ എന്നത് കേരളത്തിൽ വിഷവിമുക്തവും പോഷക സമൃദ്ധവുമായ പച്ചക്കറി, പഴം എന്നിവയുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ മിഷനാണ്. ബംഗബന്ധു ബാപ്പു മ്യൂസിയം ഏത് രാജ്യത്താണ്? ബംഗ്ലാദേശത്തിലാണ്
ബംഗബന്ധു ബാപ്പു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ COVID-19 റാപ്പിഡ് ടെസ്റ്റ് വെഹിക്കിൾ ആരംഭിച്ച ജില്ല പത്തനംതിട്ടയാണ്. മിഷൻ പൂർവോദയ പദ്ധതിയുടെ ഭാഗമായി ഒഡീഷയെ സ്റ്റീൽ ഹബ്ബാക്കാൻ സഹായിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. മിഷൻ പൂർവോദയ പദ്ധതിയുടെ ഭാഗമായി ഒഡീഷയെ സ്റ്റീൽ ഹബ്ബാക്കാൻ സഹായിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. 2019 ലോക മിലിറ്ററി ഗെയിംസിന് വേദിയായ നഗരം ഏതാണ്? വുഹാനാണ്. വുഹാൻ എങ്ങനെയാണ് പ്രസിദ്ധം? COVID-19 കാര്യമായിട്ട് പ്രസിദ്ധമായ വുഹാനാണ് ലോക മിലിറ്ററി ഗെയിംസ് 2019 നടന്നത്. ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനമാണ് സെപ്റ്റംബർ 26. ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനമാണ് സെപ്റ്റംബർ 26. മനുഷ്യാവകാശ ഏജൻസിയായ ഗ്ലോബൽ വിറ്റ്നസ് പുറത്തുവിട്ട കണക്കു പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പ്രവർത്തകർ കൊല്ലപ്പെടുന്ന രാജ്യമാണ് കൊളംബിയ. മനുഷ്യാവകാശ ഏജൻസിയായ ഗ്ലോബൽ വിറ്റ്നസ് പുറത്തുവിട്ട കണക്കു പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പ്രവർത്തകർ കൊല്ലപ്പെടുന്ന രാജ്യം ഏതാണ്? കൊളംബിയയാണ്. 2024 കോപ്പ അമേരിക്കയുടെ വേദി ഇക്വഡോർ ആണ്. 2024 കോപ്പ അമേരിക്കയുടെ വേദി ഏതാണ്? ഇക്വഡോർ ആണ്. എത്ര മൈക്രോൺ വരെയുള്ള പ്ലാസ്റ്റിക്കിനാണ് 2021 സെപ്റ്റംബർ 30 കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്? 75 മൈക്രോൺ വരെയുള്ളതിനാണ് 2021 സെപ്റ്റംബർ 30 കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. ഏതിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഇന്റർനെറ്റിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ഏത് രാജ്യത്താണ് അട്ടൻ എന്ന പുരാതന നഗരം കണ്ടെത്തിയത്? അട്ടൻ കണ്ടെത്തിയത് ഈജിപ്തിലാണ്. അടൽ തുരങ്കത്തിന് മുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചന്ദ്ര നദിയാണ്. അടൽ തുരങ്കത്തിന് മുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചന്ദ്ര നദി. അടുത്തിടെ ഭൗമസൂചക പദവി ലഭിച്ച പഴനി ക്ഷേത്രത്തിലെ പ്രസാദത്തിന്റെ പേര് പഞ്ചാമൃതം എന്നാണ്. ആമസോണിലെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വരുന്ന നഗരം ഹൈദരാബാദ്. ആമസോണിലെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വരുന്ന നഗരം ഹൈദരാബാദ്. 2020 മിസ് കേരള ആര്? എറിസ് ലിസ് ജോൺ ആണ്. എറിസ് ലിസ് ജോൺ ആണ് 2020 മിസ് കേരള. എറിസ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? തായ്വാൻ ആണ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യമാണ് തായ്വാൻ. ഗർഭകാല പരിചരണത്തിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് രാരീരം. ഗർഭകാല പരിചരണത്തിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് രാരീരം. ഗോവ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ മലയാളിയാണ് ഡോക്ടർ ഹരിലാൽ ബി മേനോൻ. ഗോവ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ മലയാളിയാണ് ഡോക്ടർ ഹരിലാൽ ബി മേനോൻ. കേരളത്തിലെ ആദ്യത്തെ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ജൈവവള ഗുണനിയന്ത്രണശാല നിലവിൽ വന്നത് പട്ടാമ്പിയിലാണ്. ഭൂമി സംബന്ധമായ യുണിക് തണ്ടപ്പേർ നമ്പറിന് ആധാറുമായി ലിങ്ക് ചെയ്യാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. ഭൂമി സംബന്ധമായ യുണിക് തണ്ടപ്പേർ നമ്പറിനെ ആധാറുമായി ലിങ്ക് ചെയ്യാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. കിഴക്കൻ ചൈനക്കടലിലെ സെൻകാഗു ദ്വീപുമായി ബന്ധപ്പെട്ട് ചൈനയും ഏത് രാജ്യവുമായിട്ടാണ് തർക്കം നിലനിൽക്കുന്നത്? ജപ്പാൻ. അപ്പൊ ജപ്പാനും ചൈനയും തമ്മിൽ കിഴക്കൻ ചൈനക്കടലിലെ സെൻകാഗു ദ്വീപുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് നടക്കുന്നുണ്ട്? തർക്കം നടക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഓങ്കോളജി പാർക്ക്. ഓങ്കോളജി എന്താണ്? ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. സോ ആദ്യത്തെ ഓങ്കോളജി പാർക്ക് വരുന്നത് ആലപ്പുഴയിലാണ്. ലഡാക്കിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? രാധാകൃഷ്ണ മാത്തൂർ ആണ്. കേരളത്തിലെ ലഡാക്കിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണറാണ് രാധാകൃഷ്ണ മാത്തൂർ. കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ബാധിതർക്കായുള്ള പെൻഷൻ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്കായുള്ള പെൻഷൻ പദ്ധതി സ്നേഹസാന്ത്വനം. 2021 സെപ്റ്റംബറിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 20ാമത് ഉച്ചകോടിക്ക് വേദിയായത് ദുഷാൻബെ ആണ്. ദുഷാൻബെ താജിക്കിസ്ഥാനിലാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ഏതാണ്? ബെയ്ജിംഗ് ആണ്. 2001 ഇത് രൂപം കൊണ്ടത്. ഏത് സംസ്ഥാനത്താണ് റെയിൽവേ ട്രാക്കിന് മുകളിൽ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിച്ചത്? റെയിൽവേ ട്രാക്കിന് മുകളിലായിട്ട് പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിച്ചത് ഗുജറാത്തിലാണ്. ഏത് രാജ്യത്തിന്റെ ഉപഗ്രഹ പരമ്പരയാണ് ഗാവോഫെൻ? ഗാവോഫെൻ ചൈനയുടെ ഉപഗ്രഹ പരമ്പരയാണ്. ഡ്രൈവറില്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ നിയമനിബന്ധനകൾ പുറപ്പെടുവിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ബ്രിട്ടനാണ്. ഡ്രൈവറില്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ നിയമനിബന്ധനകൾ പുറപ്പെടുവിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ബ്രിട്ടൻ. വിജയ് ഹസാരെ ടൂർണമെന്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് സംജു സാംസൺ. വിജയ ബാങ്ക് ഏത് പൊതുമേഖല
മേഘാല ബാങ്കിലാണ് ലയിച്ചത്? ബാങ്ക് ഓഫ് ബറോഡ. അപ്പം ദേന ബാങ്കും വിജയ ബാങ്കും ഒക്കെ ലയിച്ചത് എവിടെയാണ്? ബാങ്ക് ഓഫ് ബറോഡയിലാണ്. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി. 2021 2020 ലോകകപ്പിൽ ഏറ്റവും ഇന്ത്യൻ ടീമിന്റെ ഉപദേശകൻ ആരാണ്? MS ധോണിയാണ്. വഴിയോരങ്ങളിൽ വിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ദം. ദം ബിരിയാണിയാണ് നോക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി, ഓപ്പറേഷൻ ദം കിട്ടും. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്നത് ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്നത് ഹൈദരാബാദ്. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹജീവനം. ഭിന്നശേഷിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹജീവനം. തടവുകാരെ സർവൈലൻസ് ബ്രേസ്ലെറ്റ് ധരിച്ച് കുടുംബത്തോടൊപ്പം കഴിയാൻ അനുവദിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് കുവൈറ്റ്. തടവുകാരെ സർവൈലൻസ് ബ്രേസ്ലെറ്റ് ധരിച്ച് കുടുംബത്തോടൊപ്പം കഴിയാൻ അനുവദിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് കുവൈറ്റ്. ബീഹാർ സർക്കാർ സ്പോർട്സ് സർവകലാശാല നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം ഏതാണ്? രാജ്ഗീർ ആണ്. ബീഹാർ സർക്കാർ സ്പോർട്സ് സർവകലാശാല നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം രാജ്ഗീർ. വനിതകൾക്ക് വിവിധ മേഖലകളിൽ ട്രെയിനിങ് നൽകുന്നതിനായി ആത്മനിർഭർ ഭാരത് ട്രെയിനിങ് സെന്റർ നിലവിൽ വന്ന നഗരമാണ് ഇൻഡോർ. വനിതകൾക്ക് വിവിധ മേഖലകളിൽ ട്രെയിനിങ് നൽകുന്നതിനായി ആത്മനിർഭർ ഭാരത് ട്രെയിനിങ് സെന്റർ നിലവിൽ വന്ന നഗരം ഇൻഡോർ ആണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ജാഗ്രത. അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ജാഗ്രത. സാങ്കേതിക പരിശീലനം നേടാത്ത 4 സാധാരണക്കാരെ ബഹിരാകാശത്തെത്തിച്ച സ്പേസ് എക്സിന്റെ ദൗത്യത്തിന്റെ പേരാണ് ഇൻസ്പിറേഷൻ 4. സാങ്കേതിക പരിശീലനം നേടാത്ത 4 സാധാരണക്കാരെ ബഹിരാകാശത്തെത്തിച്ച സ്പേസ് എക്സിന്റെ ദൗത്യത്തിന്റെ പേരാണ് ഇൻസ്പിറേഷൻ 4. അടുത്തത് ടൈം പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഗ്രേറ്റ ട്യൂൻബെർഗ്. ആരാണ്? ഗ്രേറ്റ് ട്യൂൻബെർഗ്. 2019 9ാമത് സാർക്ക് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദി ശ്രീലങ്കയാണ്. 2019 9ാമത് സാർക്ക് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദി ശ്രീലങ്ക. ഇതര ആസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. അസമിലെ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ലവ്ലിന ബോർഗോഹൈൻ. ആരാണ്? ലവ്ലിന ബോർഗോഹൈൻ ആണ് അസമിലെ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ബ്രാൻഡ് അംബാസിഡർ ആയത്. ബ്രിക്സ് രാജ്യങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും 2021 മീറ്റിംഗിന് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ്. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും 2021 മീറ്റിംഗിന് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ്. കേരളത്തിലെ പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടം നേടിയത് നടുഭാഗം ചുണ്ടനാണ്. കേരളത്തിലെ പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടം നേടിയത് നടുഭാഗം ചുണ്ടൻ. ട്രാൻസ്ജെൻഡർമാരെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ട്രാൻസ്ജെൻഡർമാരെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഛത്തീസ്ഗഡ്. യുവാക്കൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ 3 വർഷത്തെ ഹ്രസ്വകാല സേവനത്തിന് അവസരം ഒരുക്കുന്നതിന് ഇന്ത്യൻ ആർമി ആരംഭിക്കുന്ന പദ്ധതിയാണ് ടൂർ ഓഫ് ഡ്യൂട്ടി. അപ്പൊ ടൂർ ഓഫ് ഡ്യൂട്ടി എന്താണ്? യുവാക്കൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ 3 വർഷത്തെ ഹ്രസ്വകാല സേവനത്തിന് അവസരമൊരുക്കുന്നതിന് ഇന്ത്യൻ ആർമി ആരംഭിക്കുന്ന പദ്ധതിയാണ്. 2021 സെപ്റ്റംബറിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അവീക് കുമാർ സർക്കാരാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള എയർ പ്യൂരിഫിക്കേഷൻ ടവർ സ്ഥാപിച്ചത് എവിടെയാണ്? ചണ്ഡീഗഡിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള എയർ പ്യൂരിഫിക്കേഷൻ ടവർ സ്ഥാപിച്ചത്. കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ഏത്? കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ കുട്ടനാട് FM 90.0. കുട്ടനാട് FM 90.0. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമമാണ് തുരുത്തിക്കര. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം ഏതാണ്? തുരുത്തിക്കര. ടൈം മാഗസിൻ 2021 സെപ്റ്റംബറിൽ തയ്യാറാക്കിയ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 2021 100 വ്യക്തികളുടെ പട്ടികയിൽ നരേന്ദ്രമോദി, മമതാ ബാനർജി എന്നിവർക്കൊപ്പം ഇടം പിടിച്ച സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ CEO ആരാണ്? ആധാർ പൂനാവാല. ആധാർ പൂനാവാല. ലോക നദികളുടെ ദിനം 2021 ആചരിച്ചത് സെപ്റ്റംബർ 26 ലോക നദികളുടെ ദിനം 2021 ആചരിച്ചത് സെപ്റ്റംബർ 26. കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യം ഏതായിരിക്കും?
UAE ആണ്. കോവിഡ് രണ്ടാം തരംഗത്തിനൊപ്പം ഇന്ത്യയിൽ ഭീതി വിതച്ച മ്യൂക്കോർമൈക്കോസിസ് ഫംഗസ് ബാധ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? മ്യൂക്കോർമൈക്കോസിസ് ഫംഗസ് ബാധ ബ്ലാക്ക് ഫംഗസ് എന്ന് അറിയപ്പെടുന്നു. ലോക പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കാഞ്ചനമാല പാണ്ഡെ. കാഞ്ചനമാല പാണ്ഡെ. ഐസ്ലൻഡിൽ സ്ഥാപിതമായ കാർബൺ ഡയോക്സൈഡിന്റെ പ്ലാന്റിന്റെ പേര് ഓർക്ക എന്നാണ്. ഓർക്ക എന്നാണ് ഐസ്ലൻഡിൽ സ്ഥാപിതമായ കാർബൺ ഡയോക്സൈഡ് പ്ലാന്റിന്റെ പേര്. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും സൗജന്യമായി കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. സ്കൂളിലെ കുട്ടികൾക്ക് സൗജന്യമായി നേത്രം പരിശോധിച്ച് പ്രശ്നമുള്ള ആൾക്കാർക്ക് സൗജന്യമായി കണ്ണട നൽകും. പദ്ധതിയുടെ പേര് മിഴി. ഒറ്റമരത്തണൽ ആരുടെ കൃതിയാണ്? ബെന്യാമന്റെ കൃതിയാണ് ഒറ്റമരത്തണൽ. 2020 ഏത് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ് ഇന്ത്യ 1 ലക്ഷം പുസ്തകങ്ങൾ നൽകിയത്? മഡഗാസ്കറിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഈ രക്ഷാബന്ധൻ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏത്? സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഈ രക്ഷാബന്ധൻ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ലഡാക്കിന്റെ ഔദ്യോഗിക മൃഗം ഏത്? ലഡാക്കിന്റെ ഔദ്യോഗിക മൃഗം ഹിമപ്പുലിയാണ്. ഹിമപ്പുലി. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് മിത്രം. മിത്രം ആയിരിക്കും ഇനി മുതൽ നമുക്ക് റവന്യൂ വകുപ്പ്. അപ്പൊ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് മിത്രം. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മത്സ്യ വാക്സിൻ ഏതാണ്? നോഡാവാക് ആർ ആണ്. നോഡാവാക് ആർ ആണ് ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച മത്സ്യ വാക്സിന്റെ പേര്. പ്രകൃതി ദുരന്തം, ലഹള എന്നിവ കാരണം അതത് രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെ കുറിച്ച് ലോസ്റ്റ് അറ്റ് ഹോം എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടനയാണ് യൂണിസെഫ്. അപ്പൊ എന്താണ് യൂണിസെഫ്? പ്രകൃതി ദുരന്തം, ലഹള എന്നിവ കാരണം അതത് രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെ കുറിച്ച് ലോസ്റ്റ് അറ്റ് ഹോം എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടനയാണ് യൂണിസെഫ്. കേരളത്തിലെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് സ്ഥാപിതമായ സ്ഥലം കഞ്ചിക്കോട്. പാലക്കാട് ജില്ലയിലാണ് കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് സ്ഥാപിതമായ സ്ഥലമാണ് കഞ്ചിക്കോട്. അക്കാദമിക മികവിനൊപ്പം വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉണർവ് കൂടി വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. അപ്പൊ എന്താണ് സഹിതം? അക്കാദമിക മികവിനൊപ്പം വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉണർവ് കൂടി വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. പ്രമേഹജന്യമായ നേത്രരോഗങ്ങളുടെ ചികിത്സയ്ക്ക് സഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് നയനാമൃതം. പ്രമേഹജന്യമായ നേത്രരോഗങ്ങളുടെ ചികിത്സയ്ക്ക് സഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് നയനാമൃതം. തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയുടെ പ്രഥമ എമിററ്റ്സ് ഓഫീസർ ആരാണ്? MT വാസുദേവൻ നായരാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയുടെ പ്രഥമ എമിററ്റ്സ് പ്രൊഫസറാണ് MT വാസുദേവൻ നായർ. ആപ്ത പ്രബന്ധൻ പുരസ്കാരം ഏത് ദേശീയ നേതാവിന്റെ സ്മരണാർത്ഥം നൽകുന്നതാണ്? ആപ്ത പ്രബന്ധൻ പുരസ്കാരം സുഭാഷ് ചന്ദ്രബോസിന്റെ സ്മരണാർത്ഥം നൽകുന്നതാണ്. കേന്ദ്ര സർക്കാർ നിയോഗിച്ച CD മായി കമ്മീഷൻ എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? എൻഡോസൾഫാനെ കുറിച്ചുള്ള പഠനമാണ് CD മായി കമ്മീഷൻ. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ചത് ഇൻഡോറിലാണ്. ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ചത് ഇൻഡോറിൽ. വാഴനാരിൽ നിന്ന് സാനിറ്ററി നാപ്കിൻ വികസിപ്പിച്ചെടുത്ത ഡൽഹി IIT സംരംഭമാണ് സാൻഫി. എന്താണ് സാൻഫി? വാഴനാരിൽ നിന്നും സാനിറ്ററി നാപ്കിൻ വികസിപ്പിച്ചെടുത്തു. ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ PR ശ്രീജേഷിന്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് എവിടെയാണ്? കുന്നത്ത് നാടിലാണ്. കുന്നത്ത് നാടിലാണ് ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ PR ശ്രീജേഷിന്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. എവിടെയാണ്? കുന്നത്ത്. കേരളത്തിലെ ആദ്യത്തെ എക്സലേറ്റർ കം എലിവേറ്റർ ഫുട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെ? കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ എക്സലേറ്റർ കം എലിവേറ്റർ ഫുട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുതി സബ് സ്റ്റേഷൻ നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം കലൂറാണ്. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുത സബ് സ്റ്റേഷൻ നിർമ്മിക്കാൻ തീരുമാനിച്ചത് കലൂർ. ദേശീയ ജനസംഖ്യാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഏത് വർഷമാണ് ചൈനീസ് ജനസംഖ്യയെ മറികടന്ന് ഒന്നാമതെത്തുക? 2031 ദേശീയ ജനസംഖ്യാ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ഏത് വർഷം എത്തും ചൈനയെ മറികടന്ന്? 2031. കേരള പോലീസിന്റെ ആദ്യത്തെ ബൈസിക്കിൾ പെട്രോളിംഗ് ആരംഭിച്ച ജില്ല ഏത്? ബൈസിക്കിൾ പെട്രോളിംഗ് ആരംഭിച്ചത് കണ്ണൂരാണ്. ജന്മന ഹൃദയ സംബന്ധമായ രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. അപ്പൊ എന്താണ്? ഹൃദയം കൊടുക്കാനുള്ള പരിപാടിയാണ് ഹൃദ്യം. അടുത്തത് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്
ഭഗവത്ഗീത ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച ഇന്ത്യൻ ഉപഗ്രഹം SD-SAT ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. PSC ബുള്ളറ്റിൻ 3000 കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.